ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ പ്രകടനവും ചെമ്മരുതി പഞ്ചായത്ത് ഓഫീസ് ധർണയും നടത്തി. ധർണ CPM ഏരിയ സെക്രട്ടറി MK യൂസഫ് ഉദ്ഘാടനം ചെയ്തു. CPM ചെമ്മരുതി ലോക്കൽ സെക്രട്ടറി സിനിമോൻ അധ്യക്ഷത വഹിച്ചു. പാളയംകുന്ന് ലോക്കൽ സെക്രട്ടറി T. കുമാർ സ്വാഗതം പറഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബെറിൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. വിശ്വംഭരൻ, ലിജു, സജീവ്, ലാലി, രാജേഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. എന്തിനാണ് എടുക്കണത്? പല വാർത്ത വരൂ, നമ്മളെ ഫോട്ടോയൊക്കെ വരൂ. അധികാരത്തിൽ കേറിയിട്ട് 6 മാസം ആയിട്ടില്ല. നാടിനെ മൊത്തം പറ്റിച്ചോ. എവിടെ കോൺഗ്രസ്? അധികാരികളെ കണ്ണു തുറക്കോ. മാനം കെട്ട് മണിയറിയിന്റെ പുറത്തു പോകൂ. രാജിവെച്ച് പുറത്തു പോകൂ. പ്രതിഷേധം. ഇൻകുലാബ് സിന്ദാബാദ്. സമരം സിന്ദാബാദ്. CPIM സിന്ദാബാദ്. പ്രിയമുള്ള ഈ പ്രതിഷേധ സമരത്തിൻ്റെ അധ്യക്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ചെമ്മരുതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സർ സിനിമോൻ, ഇവിടെ ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം ആശംസിച്ച പാളയംകുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സർ കുമാർ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സർ സന്തോഷ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വർഗവിഭജന സംഘടനയുടെ ഭാരവാഹികൾ, മറ്റു സമര സഹാക്കളെ, ഇത്തരത്തിൽ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ ഇത്തരത്തിലൊരു സമരം നടത്തേണ്ട വിഷയത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗികൻ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഈ വരൾച്ച മുന്നിൽ കണ്ടുകൊണ്ട് കുടിവെള്ളക്ഷാമം ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും നൽകിയിട്ടുള്ളത്. വരൾച്ച മൂലം കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ 20 വാർഡുകളിലും കുടിവെള്ളം യഥാസമയം എത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഓർഡർ നൽകിയിരുന്നു. ആ ഓൺ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്ന പൈസ എത്രയാണോ ചെലവഴിക്കുന്നത് അത് ഭരണസമിതിക്ക് തീരുമാനിക്കാം. ആ പൈസ ഇപ്പോൾ ഏകദേശം ഗവൺമെന്റ് അതാത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്.
എന്നാൽ ഇതൊന്നും കാണാതെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഇത് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഒരു ഭരണസമിതി ആകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യം പരിഹരിക്കുക എന്നുള്ളതാണ് ഏതൊരു ഭരണസമിതിയും ചെയ്യുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ 4 മാസം പിന്നിടുന്നു. ഈ 4 മാസം കൊണ്ട് അവർ ആദ്യമായി ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. കുടിവെള്ളം ഇപ്പോ കിട്ടാക്കനിയൊന്നുമല്ല. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൊട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം എടുത്ത് ഇവിടെയുള്ള 20 വാർഡുകളിലും യഥാസമയം നമുക്ക് നൽകാൻ കഴിയണം. അതിന് ഇവിടുത്തെ ഭരണസമിതി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. മറിച്ച് ഇവിടുത്തെ ഭരണസമിതി ഇപ്പൊ തമ്മിലടിക്കുകയാണ്. ഞാനാണ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഭരണസമിതി എങ്ങനെ ഭരണം കൈയാളാം, ഇപ്പോഴത്തെ പ്രസിഡന്റിൽ നിന്ന് മറ്റൊരു പ്രസിഡന്റ് എങ്ങനെ തട്ടിയെടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന CPM-ന്റെ വർക്കല ഏരിയ സെക്രട്ടറി സഹാവ് MK യൂസഫ്, ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്തുള്ള പാർട്ടിയുടെ നേതാക്കന്മാര്, മറ്റ് നാട്ടുകാരെ, നിങ്ങൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് നമ്മുടെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. ഈ 5 മാസമായിട്ട് ഭരണത്തിലേറിയിട്ടും ചെമ്മരുതി പഞ്ചായത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും നമ്മളെ ഇവിടുത്തെ ഭരണസമിതിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിരൂക്ഷമായ വേനലും അതിനെ തുടർന്നുണ്ടായ ജലക്ഷാമവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെമ്മരുതി നിവാസികളൊക്കെ. നേരത്തെ ഇതുപോലുള്ള രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തന്നെ ഇവിടുത്തെ കോൺഗ്രസോ BJPക്കോ ഒരു സമരം ചെയ്യാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടില്ല. അത്രമാത്രം കൃത്യതയോടെയും ഓരോ വാർഡിനെയും ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള അവഗണന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവേചനം കാണിക്കാതെ കൃത്യമായിട്ട് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ ജലക്ഷാമം നേരിടുന്ന എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായിട്ട് ടാങ്കറിലായാലും മറ്റ് സംവിധാനത്തിലൂടെയും ജലം എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴിരിക്കുന്ന ഭരണസമിതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുകയാണ്. അവർക്ക് തമ്മിലടിക്കാനും നേരത്തെ ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പറഞ്ഞതുപോലെ നട പറയാനും മാത്രമേ സമയമുള്ളൂ. ഇതിനെന്താണ് ഒരു ബദൽ സംവിധാനമെന്ന് ഈ കഴിഞ്ഞ 5 മാസമായിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവർ രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനോട് ആവശ്യപ്പെടാനുള്ളത്. ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകണം. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറാത്തത് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് BJP അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഇതുവരെ കുടിവെള്ളക്ഷാമം ഉണ്ടായപ്പോൾ അവിടുത്തെ മേയർ പറഞ്ഞ എന്താണ്, പൈസ അടയ്ക്കുന്നത് വാട്ടർ അതോറിറ്റിയിലല്ലേ, നിങ്ങൾ അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയിൽ സമരം ചെയ്യണമെന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്തരത്തിലാണ് ഇവിടുത്തെ ചെമ്മരുതി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെയും നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരോട് പറയേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജലക്ഷാമം അല്ലെങ്കിൽ ജലപ്രശ്നം പരിഹരിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ ഇതുപോലെ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങള് തൊട്ടടുത്ത ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് ചെറുക്കര ഭാഗത്ത് നിന്ന് വെള്ളം ഇവിടെ എത്തിച്ച് സുലഭമായിട്ട് ഇവിടെ എല്ലാ വാർഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മള് കുന്നത്തുമലയില് സത്യദേവൻ കൺട്രാക്ടിന്റെ പാറക്കോറിയിലുള്ള വെള്ളം ശുദ്ധീകരണ പ്ലാന്റ് ഉപയോഗിച്ച് അത് വൃത്തിയാക്കി ശുചീകരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ മുഴുക്കെ, അതുകൂടാതെ ചെറുനീർ വെട്ടൂർ തുടങ്ങിയ പഞ്ചായത്ത് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചും ധർണയുമാണ് ഇവിടെ നടക്കുന്നത്. ഈ ധർണാ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി CPM-ന്റെ ചെമ്മരുതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഹാവ് TN ഷിനുമോനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കഴിഞ്ഞ 6 മാസത്തിന് മുന്നേ ഭരണത്തിലേറിയ UDF BSP സംഘം ഈ പഞ്ചായത്തിലെ 20 വാർഡുകളിലും കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഉള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM-ന്റെ ചെമ്മരുതിയുടെയും പാളയംകുന്ന് ലോക്കൽ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് ആരംഭിച്ച ഈ പ്രതിഷേധ യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇതിനു മുന്നേയും ഭരിച്ച LDF ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വരൾച്ചയിലും കുടിവെള്ളക്ഷാമത്തിലും അതിന് ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ട് ഇവിടെ ഒരു വാർഡിൽ പോലും ഇതുപോലുള്ളൊരു സമരപരിപാടി നടത്തേണ്ടി വന്നിട്ടില്ല. ഈ 6 മാസം പിന്നിട്ടപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ തുടർന്നുള്ള 4.5 വർഷക്കാലം എന്താണ് സ്ഥിതിയാവുമെന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ധർണാ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി പാളയംകുന്നിന്റെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് T. കുമാർ. സ്ട്രേറ്റ് ഫോർവേഡ് ചെമ്മരുതി വർക്കല.